എല്ലാവർക്കും നമസ്കാരം. വേദവിത്ത് ഹരിയിലേക്ക് സ്വാഗതം. ഈ കാലഘട്ടത്തിലെ ക്ഷേത്രത്തിലെത്തുന്നതും ജ്യോതിഷത്തിന് വേണ്ടി സമീപിക്കുന്നതുമായ ആൾക്കാരുടെ പ്രധാന പ്രശ്നം സാമ്പത്തികപരമായിട്ടുള്ള പരാധീനതകളാണ്. ധനപരമായിട്ടുള്ള നഷ്ടം, ഗൃഹസ്ഥാനത്ത് ചെന്നാൽ അസ്വസ്ഥതകൾ, കടബാധ്യത, ഇതൊക്കെ വലിയ രീതിയിൽ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇടത്തരക്കാരെ സംബന്ധിച്ചും സാധാരണ ജനങ്ങളെ സംബന്ധിച്ചും അവരുടെ വലിയൊരു പ്രശ്നം സാമ്പത്തികം തന്നെയാണ്. ഇപ്പോൾ ജ്യോതിഷത്തിലൂടെയോ ക്ഷേത്ര ആരാധനയിലൂടെയോ ക്ഷേത്ര വഴിപാടുകളിലൂടെയോ സാമ്പത്തികപരമായിട്ടുള്ള പുരോഗതി കൈവരിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നിരവധി വീഡിയോകൾ കാണാറുണ്ട്. ഇന്ന കാര്യം ചെയ്താൽ നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധി കിട്ടും, ഇന്ന നക്ഷത്രക്കാർക്ക് ലോട്ടറി അടിക്കും, ഇന്ന നക്ഷത്രക്കാർക്ക് ഇന്ന വഴിപാട് ചെയ്താൽ രാജകീയ യോഗം, ലക്ഷങ്ങൾ വരുമാനമാണ് ഇനി ഇവരുടെ കയ്യിൽ വരാൻ പോകുന്നത്. സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് അത്തരത്തിലുള്ള വീഡിയോകൾ വളരെ വലിയ ആശ്വാസമാണ് അവർക്ക് ലഭിക്കുന്നത്. ആ വീഡിയോകൾ തെറ്റാണെന്നല്ല, അങ്ങനെ വീഡിയോ ചെയ്യുന്നവരുടെ ആ ഒരു വാക്കുകൾ സാധാരണക്കാർക്ക് കിട്ടുന്ന ആശ്വാസം ഏറ്റവും വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ നമുക്ക് പ്രയോജനമാകുന്ന രീതിയിൽ ചെയ്യാം എന്ന് ഞാൻ ചിന്തിച്ചത്. ഇപ്പം സാധാരണക്കാർ ചോദിക്കാറുണ്ട്, ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്താൽ സാമ്പത്തിക നേട്ടം കിട്ടുമോ, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ കാര്യം സാധിക്കുമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇക്കൊല്ലത്തെ ബമ്പർ എനിക്ക് കിട്ടാനായിട്ട് വഴിപാട് നടത്തി തരാമോ? ശരിക്കും വഴിപാടുകളുടെയോ ക്ഷേത്രങ്ങളുടെയോ ഇല്ലെങ്കിൽ ഗ്രഹസ്ഥിതിയുടെ ഉദ്ദേശം ലോട്ടറി അടിപ്പിക്കുക എന്നതല്ല. സാമ്പത്തികപരമായിട്ടുള്ള അച്ചടക്കമാണ് ഏറ്റവും പ്രധാനം. നമുക്ക് 10 രൂപ വരുമാനമുണ്ടായാൽ അതിൽ നിന്ന് 1 രൂപ മിച്ചം പിടിക്കാൻ സാധിക്കണം. അപ്പോഴും സംശയങ്ങളുണ്ടാവും. 20 രൂപ ആവശ്യമുള്ള സമയത്തായിരിക്കും നമ്മുടെ കയ്യിലേക്ക് 10 രൂപ വരിക. പിന്നെ എങ്ങനെയാണ് അതിൽ നിന്ന് 1 രൂപ മാറ്റിവെക്കാൻ സാധിക്കുക? ബാക്കി 10 രൂപ കൂടി നമ്മൾ കണ്ടെത്തേണ്ട സാഹചര്യമുണ്ട്. അതും ഏറ്റവും ശരിയായ ഒരു കാര്യമാണ്. ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത് തന്നെ നമ്മുടെ സാമ്പത്തിക അച്ചടക്ക ഇല്ലായ്മ കൊണ്ടാണ്. നമ്മൾ നമ്മുടെ വരവിനെ പറ്റി ചിന്തിക്കാതെ, ഇല്ലെങ്കിൽ വരുമെന്ന പ്രതീക്ഷയിൽ, എല്ലാ ആൾക്കാരും വരും നമുക്ക് കിട്ടും എന്ന പ്രതീക്ഷയിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു വയ്ക്കുന്നത്. ഇപ്പോൾ തൊഴിൽ ബിസിനസ് ആരംഭിക്കുന്നതും അവരുടെ കുടുംബത്തെ രക്ഷപ്പെടുത്താം, ഇല്ലെങ്കിൽ ജീവിത പുരോഗതി ഉണ്ടാകും, ഈ ബിസിനസ് കരകയറും എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയാണ്. ആരും ധനനഷ്ടത്തിന് വേണ്ടിയിട്ടൊന്നും ചെയ്തു വെക്കുകയോ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുകയോ ചെയ്യാറില്ല. കഴിയാവുന്നതും ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട്, ബിസിനസ് കാര്യങ്ങൾക്ക് ആ കുടുംബത്തിൽ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ ഒരു മാനസിക ബലമാണ്. ആ മാനസിക ബലം മതി എന്ത് പ്രതിസന്ധികൾ വന്നാലും നമുക്ക് തരണം ചെയ്യാം. പ്രധാനമായിട്ടും പുതിയ സംരംഭങ്ങളിലേക്കൊക്കെ ഇറങ്ങി ചെല്ലുന്നത് പുരുഷന്മാരായിരിക്കും. ആയതുകൊണ്ട് തന്നെ ഗൃഹനാഥന്മാരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കേണ്ടത് അവരാണ്. അവരുടെ ഒരു മാനസിക പിൻബലം മതി ഇവർക്ക് എല്ലാ കാര്യത്തിലും വിജയിച്ചു പോകാൻ. ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് നോക്കിയാൽ തന്നെയും ഏറ്റവും കൂടുതൽ വഴിപാടുകൾക്കും ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എത്തുന്നതും സ്ത്രീകളാണ്. അപ്പോൾ അവരോട് എനിക്ക് ആദ്യമായി പറയാനുള്ളത്, പ്രാർത്ഥനയിലൊപ്പം തന്നെ നമ്മൾ കഴിയാവുന്നതും ആ ഗൃഹത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാർക്ക് മാനസികമായ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അവരെന്ത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും നമ്മൾ പിന്തിരിപ്പിക്കാൻ നോക്കാതെ അവർ ചെയ്യുന്ന കാര്യം വിജയിപ്പിക്കും, ഇല്ലെങ്കിൽ വിജയിപ്പിക്കാൻ സാധിക്കും എന്നൊരു പിൻബലം കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് എന്ത് വഴിപാട് ചെയ്താലാണ് ഈ ധനപരമായിട്ടുള്ള പുരോഗതി കിട്ടുക? ചിലർ ചോദിക്കാറുണ്ട്, രത്നങ്ങൾ ധരിച്ചാൽ മാറ്റം വരുമോ, യന്ത്രങ്ങൾ ധരിച്ചാൽ മാറ്റം വരുമോ എന്നൊക്കെ. ഈ രത്നങ്ങൾക്കും യന്ത്രങ്ങൾക്കും ഉറപ്പായിട്ടും ഫലങ്ങളുണ്ട്. ജ്യോതിശാസ്ത്രം ഇല്ലെങ്കിൽ ആധുനിക ശാസ്ത്രമൊക്കെ അത് പരീക്ഷണത്തിലൂടെ തെളിയിച്ചിട്ടുള്ളതാണ്. ശരിക്കും ഇത്രയും പ്രകാശവർഷം അകലെ നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് ഈ ഭൂമിയിൽ നിൽക്കുന്ന നമ്മുടെ ധനപരമായിട്ടുള്ള കാര്യങ്ങളെ സ്വാധീനിക്കാൻ പറ്റും ഇല്ലെങ്കിൽ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ, യുക്തിസഹജമായിട്ട് ചിന്തിച്ചാൽ വെറും വിഡ്ഢിത്തമാണെന്ന് മാത്രമേ സാധാരണക്കാർക്ക് പറയാൻ പറ്റുള്ളൂ. എന്നാൽ അതിനകത്തെ ശാസ്ത്രീയമായ അടിത്തറയെ ചിന്തിച്ചു പോയാൽ ഇത് വളരെയേറെ ആഴമുള്ളൊരു ശാസ്ത്രമാണ്. വളരെ മനുഷ്യർക്ക്
ഇല്ലെങ്കിൽ മനുഷ്യരുടെ ജീവിതത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള ശാസ്ത്രമാണ് ജ്യോതിശാസ്ത്രം. അപ്പോൾ ഏറ്റവും ആദ്യം വേണ്ടത് ഗൃഹസ്ഥാനത്തൊരു പോസിറ്റീവ് അന്തരീക്ഷം വരുത്തുക. ക്ഷേത്ര ദർശനത്തിന് ലോട്ടറി അടിക്കണം ഇല്ലെങ്കിൽ എനിക്ക് ധനം കിട്ടും എന്ന് കരുതിയിട്ടല്ല വഴിപാട് കഴിക്കേണ്ടത്. ആ ധനപരമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടി ധനത്തിൻ്റെ കാരകത്വം പറഞ്ഞിരിക്കുന്ന കുബേര ഭഗവാൻ, ശുക്രഗ്രഹം, ഗണപതി ഭഗവാൻ, ലക്ഷ്മി ദേവി ഇവരെയൊക്കെ യഥാശക്തി പ്രാർത്ഥിച്ചാൽ നമ്മുടെ കയ്യിലേക്ക് വരുന്ന ധനത്തെ ഒരു പരിധിവരെ നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് സാധിക്കും. അത് ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ അനുഭവത്തിൽ വരുന്ന കാര്യങ്ങളാണ്. അതിനുവേണ്ടി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഗൃഹ അന്തരീക്ഷം എപ്പോഴും ശുദ്ധമായും വൃത്തിയോടും കൂടി സൂക്ഷിക്കുക. സന്ധ്യാസമയത്ത് കൃത്യമായിട്ട് വിളക്ക് കത്തിക്കുക. ആ ഗൃഹസ്ഥാനത്ത് നമ്മുടെ മനസ്സിനും ചിന്തകൾക്കുമൊക്കെ പോസിറ്റീവ് എനർജി നൽകുന്ന ചിത്രങ്ങളായാലും ചെടികളായാലും രൂപങ്ങളായാലും ശില്പങ്ങളായിട്ടും വയ്ക്കുക. കൃത്യമായിട്ടൊരു ക്ഷേത്രത്തിൽ ആ ഒരു ദേവനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. അതിലുപരി ധനപരമായിട്ട് പുരോഗതി ആഗ്രഹിക്കുന്നവർ വെള്ളിയാഴ്ചകളിൽ ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുക. ആ ഗണപതി ഹോമത്തിൽ ലക്ഷ്മി വിനായക മന്ത്രം കൊണ്ട് ത്രിമുദ്ര ഹോമിക്കുക, ധാന്യം ഹോമിക്കുക. ഇത് ചെയ്യുന്നതും ശുക്രഗ്രഹത്തിന് വെള്ളിയാഴ്ച തോറും ശുക്രഗ്രഹ ശാന്തി മന്ത്രം കൊണ്ട് അർച്ചന നടത്തുക. ഈ വഴിപാടുകളൊക്കെ ശീഘ്രവേഗം ഫലം തരുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ പൈറൈറ്റ് എന്ന് പറയുന്ന സ്റ്റോൺ, ധനത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള സ്റ്റോണാണ് പൈറൈറ്റ് എന്ന് പറയുന്നത്. വലിയ എമൗണ്ടൊന്നും ഉള്ള കാര്യമല്ല. നമുക്ക് ആമസോണിലൊക്കെ സർട്ടിഫിക്കറ്റോടുകൂടി പൈറൈറ്റ് എന്ന് പറയുന്ന സ്റ്റോൺ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടും. ആ സ്റ്റോൺ മേടിച്ച് ധരിക്കുന്നതും ഇല്ലെങ്കിൽ ആ സ്റ്റോൺ മേടിച്ചിട്ട് നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കുന്നതും, ധനം സൂക്ഷിക്കുന്ന അലമാരിയിലോ പെട്ടിയിലോ ഒക്കെ ഈ പൈറൈറ്റിൻ്റെ സ്റ്റോൺ വയ്ക്കുന്നതൊക്കെ ആ ധനത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉപകരിക്കുന്നതാണ്. ഇതൊക്കെ മുൻകാലങ്ങളിൽ ഈജിപ്റ്റ് പോലുള്ള രാജ്യങ്ങളിലൊക്കെ അവരുടെ രാജാക്കന്മാർ പരീക്ഷിച്ച് അവർ ചെയ്തുകൊണ്ടിരുന്ന ഒരു കീഴ്വഴക്കങ്ങളാണ്. നമുക്കിന്നും അതൊക്കെ വെറും അന്ധവിശ്വാസങ്ങൾ മാത്രമാണ്. നമ്മുടെ പൂർവികർ ചെയ്യുന്ന എന്ത് കാര്യങ്ങൾക്കും ഒരു ശാസ്ത്രീയമായ അടിത്തറ അവർ നിരീക്ഷണത്തിലൂടെയും അവരുടെ പരീക്ഷണത്തിലൂടെയും കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനെയൊക്കെ അടിയുറച്ച വിശ്വാസത്തോടുകൂടി നമ്മൾ ചെയ്താൽ ഉറപ്പായിട്ടും നമുക്കതിൻ്റെ ഫലം കിട്ടുന്നതാണ്. ഈ വഴിപാടുകളും ഈ കാര്യങ്ങളൊക്കെ അനുഷ്ഠിച്ചാൽ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി വരും. കഴിയാവുന്ന ഗൃഹസ്ഥാനത്ത് കലഹം ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഗൃഹത്തിൽ വരുമ്പോൾ ഒരു മനസ്സമാധാനം ആ വീട്ടിലില്ലെങ്കിൽ വേറെ എന്ത് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ആ ഗൃഹാന്തരീക്ഷം സമാധാന പരിപൂർണമാക്കാൻ ആ ഗൃഹനാഥ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗൃഹനാഥയുടെ മാത്രം ഉത്തരവാദിത്തമല്ല, എന്നാൽ പോലും ആ ഗൃഹനാഥയ്ക്കാണ് ആ വീടിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം. അപ്പോൾ ആ ഗൃഹത്തിൻ്റെ സുരക്ഷിതത്വവും ആ ഗൃഹത്തിൻ്റെ സമാധാനപരിപൂർണമായിട്ടുള്ള അന്തരീക്ഷവും ഗൃഹസമാധാനവും ഒക്കെ അവർ ശ്രമിച്ചാൽ ഉറപ്പായിട്ടും കൈവരുന്നതാണ്. ഒരു ഭഗവാന്റെ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു മൂർത്തിയുടെ ഫോട്ടോ വയ്ക്കുക. ആ ഫോട്ടോയ്ക്ക് എന്നും ശുഭ പുഷ്പങ്ങളെ കൊണ്ട് മാല കെട്ടിക്കൊണ്ട് ധരിക്കുക. അപ്പോൾ അതൊക്കെ കാണുന്നത് തന്നെ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയെ നൽകും. തുളസിച്ചെടി എല്ലാവരും വീട്ടിൽ വയ്ക്ക് വളർത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. തുളസിച്ചെടിക്ക് പോസിറ്റീവ് എനർജി നൽകാൻ അതിവിശേഷമായ കഴിവാണുള്ളത്. തുളസി പിടിക്കുന്ന ഭൂമി തന്നെ ഉത്തമ ഭൂമി എന്നാണ് വാസ്തുശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്. തുളസിച്ചെടി വയ്ക്കുക. ഇപ്പോൾ ചിലവർ ചോദിക്കാറുണ്ട്, തുളസിച്ചെടി ഒത്തിരിയായി, അത് ഇഷ്ടം പോലെ പിടിച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നും അറിയില്ല. ഒരു പ്രശ്നവുമില്ല. നമുക്ക് ആവശ്യമില്ലാത്ത തുളസിച്ചെടിയൊക്കെ പറിച്ച് നമ്മുടെ സ്ഥലത്ത് നിന്ന് മാറ്റുന്ന വെച്ച് ഒരു ദോഷവും അതിന് വരില്ല. അതല്ലെങ്കിൽ സമീപ ക്ഷേത്രത്തിലേക്ക് അത് മുറിച്ച് അതിൻ്റെ കമ്പ് ഉൾപ്പെടെ മുറിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ കൊടുക്കുക. ക്ഷേത്രത്തിൽ വളരെ ഉപകാരമുള്ള സാധനമാണ് തുളസി. ഒരു പറിച്ച തുളസിയെ കൊണ്ട് ഒരു വത്സരം വരെ പൂജിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്രയും വിശേഷം തുളസിച്ചെടിക്ക് പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ ഏറ്റവും പ്രിയമുള്ള ഒരു പുഷ്പമാണ് തുളസി. അപ്പോൾ വീട്ടിൽ തുളസിച്ചെടി വയ്ക്കാൻ സ്ഥലമില്ലാത്ത ഒരു ചെടിച്ചട്ടിയിൽ വയ്ക്കുക. അപ്പോൾ അതിന് സംശയങ്ങളുണ്ട്. തുളസി തറ വയ്ക്കാൻ പ്രത്യേകം സ്ഥാനം വേണ്ട, അത് സംരക്ഷിക്കാൻ, ഇതൊന്നും നമ്മളിപ്പോൾ നോക്കണ്ട. ആ ശാസ്ത്രങ്ങളൊക്കെ കുറച്ച് നേരത്തേക്ക് മാറ്റി വയ്ക്കുക. ഒരു ചെറിയ ചെടിച്ചട്ടിയിൽ നമുക്ക് വീട്ടിൽ എവിടെയാണോ അഭികാമ്യം, അശുദ്ധി വരാത്ത രീതിയിൽ, അശുദ്ധിയായ വേസ്റ്റ് വെള്ളങ്ങൾ വീഴുന്ന സ്ഥലം ഒഴികെ ശൗചാലയങ്ങൾ ഒഴിച്ചുള്ള ബാക്കി സ്ഥലത്ത് നമുക്കതിനെ സൂക്ഷിക്കാവുന്നതാണ്. വിദേശികൾ അവർ കിടക്കുന്ന മുറിയിൽ പോലും തുളസി വയ്ക്കാറുണ്ട്. അത് അവരുടെ പോസിറ്റീവ് എനർജിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളതിനെ ആ രീതിയിൽ കാണുക. നമ്മൾ ആചാരപരമായിട്ട് തുളസി തറയ്ക്കൊക്കെ പ്രത്യേക സ്ഥാനം വാസ്തുശാസ്ത്രം പറയുന്നുണ്ട്. അതിനൊക്കെ സ്ഥലമില്ലാത്തവർ അതിൻ്റെ പേരിൽ ഒരിക്കലും
ആചാരങ്ങളെ വിട്ടുകളയരുത്. ഒരു പ്രമാണത്തിൽ കൂവളം കെട്ടിടം എന്നൊരു ശ്ലോകം അല്ലെങ്കിൽ ഒരു വാമൊഴിയുണ്ട്. കൂവളം കെട്ടിടം നശിക്കും എന്നുദ്ദേശിച്ചാൽ കൂവളം നശിച്ചു പോകുന്നിടമൊന്നല്ല, കൂവളം കെടാതെ, അതായത് നട്ടുപിടിപ്പിക്കാത്ത ഒരു വീട് പോലും കാണരുതെന്നാണ്. അപ്പോൾ കൂവളം കെട്ടിടം, നാരി ഭരിച്ചിടം, നായ പറ്റിടം എന്നൊക്കെ പറഞ്ഞൊരു വാമൊഴി ചൊല്ലുള്ളതുകൊണ്ട് അതിൻ്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കാതെ കൂവളങ്ങൾ പേടിച്ചിട്ട് കൂവളം ഇപ്പോൾ ആരുടെയും വീട്ടിൽ വളർത്താറില്ല. കൂവളം കെട്ടാൽ വീട് നശിക്കും, അങ്ങനെയല്ല. ആ കൂവളത്തിൻ്റെ പവിത്രത അതെല്ലാ വീട്ടിലും ഉണ്ടായിരിക്കണം എന്നൊരു ഉദ്ദേശശുദ്ധിയോടുകൂടിയാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. തുളസി പോലെ കൂവളത്തിന് ചെറിയ സ്ഥാനങ്ങൾ പോരാത്തത് കൊണ്ടാണ് അതിനെ നമ്മൾ നിർബന്ധിക്കാത്തത്. ഒരു തുളസി വെച്ച് പിടിപ്പിക്കുക, ഈ വക കാര്യങ്ങളൊക്കെ ചെയ്താൽ ആ വീട്ടിലേക്കൊരു പോസിറ്റീവ് അന്തരീക്ഷം വരും. എന്നും അടിച്ചു തളിച്ച് ആ ഗൃഹസ്ഥാനം ഒന്ന് ജലമൊക്കെ തളിച്ച് ശുദ്ധമാക്കുമ്പോൾ തന്നെ ആ വീട്ടിലേക്ക് വരുന്ന നമ്മുടെ മൈൻഡിനൊക്കെ ഒരു പോസിറ്റീവ് എനർജിയും നമ്മുടെ ചിന്തകളൊക്കെ ശുദ്ധീകരിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പൈസ നമ്മൾ കൃത്യമായിട്ടൊരു പണപ്പെട്ടി പോലത്തെ ഒരു സാധനം വയ്ക്കുക, അലക്ഷ്യമായിട്ടിടാതെ. കിട്ടുന്ന പൈസയിൽ 1 രൂപയെങ്കിലും ഒരു നാണയത്തിനും വില കൽപ്പിക്കുക. ആ നാണയത്തെ ഒരു ധനത്തിൻ്റെ ഉപാധിയെന്ന് മാറ്റിക്കൊണ്ട് ഒരു ലക്ഷ്മിത്വം, ഒരു ഈശ്വരാധീനമുള്ളൊരു വസ്തുവായിട്ട് കൽപ്പിച്ചുകൊണ്ട് ആ ധനത്തെ ബഹുമാനിക്കുക. ഉറപ്പായിട്ടും ആ ധനം ബഹുമാനിച്ച് നിങ്ങളുടെ കയ്യിൽ തിരിച്ചും തീർച്ചയായിട്ടും വരുന്നതാണ്. വളരെ ബഹുമാന പുരസ്കരം ആ ധനത്തെ സൂക്ഷിച്ച് വരുന്ന ധനത്തിൽ നിന്ന് 1 രൂപ കടമാണ്, 10 രൂപ വേണ്ടിയെടുത്ത് 9 രൂപ കിട്ടിയിട്ടുള്ളെങ്കിൽ 8 രൂപയെ കിട്ടിയിട്ടുള്ളെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് 1 രൂപ മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ കുറേ നാൾ ശ്രമിച്ചു കഴിയുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും നമ്മുടെ ഈ ബാധ്യതകൾ തീർക്കാനുള്ള ഒരു സംഖ്യ നമ്മുടെ കയ്യിൽ വരുന്നതിനോടൊപ്പം ധനം നമ്മുടെ കയ്യിൽ സംരക്ഷിക്കുന്നതായിട്ട് നമുക്ക് തന്നെ അനുഭവയോഗ്യമാകും. അത് നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു ബലം നൽകും. ധനം കയ്യിലുണ്ടായി കിട്ടുന്ന ആത്മവിശ്വാസം വേറെ ഒന്നിൽ നിന്നും കിട്ടില്ലെന്നാണ്. അപ്പോൾ ധനം ഏറ്റവും പ്രധാനമാണ്, അത് സംരക്ഷിക്കുക. ആ ധനം നേടുന്നത് ഒരിക്കലും തെറ്റല്ല, അധികമായി ധനത്തെ ആഗ്രഹിക്കുന്നതും തെറ്റല്ല. ഒരു കാരണവശാലും ചിലവർ പറയാറുണ്ട് ദരിദ്രനാരായണൻ എന്നൊരു പ്രയോഗം തന്നെ. ഒരിക്കലും അങ്ങനൊരു സംഭവമേ നമ്മൾ ആരും കരുതണ്ട. ധനം കൂടുതൽ സംരക്ഷിക്കുന്നത് ഗൃഹത്തിന് ദോഷമാണ്, ഇല്ലെങ്കിൽ നമുക്ക് ദോഷമായിട്ട് വരും. ധനത്തോട് അത്യാഗ്രഹം പാടില്ല, അതൊക്കെ ശരിയാണ്. അത്യാഗ്രഹമല്ല, ആഗ്രഹമാവാം. നമ്മുടെ ഹിന്ദുമതത്തിലെ ദൈവങ്ങളെ നമ്മൾ നോക്കിയറിയാം. ഏറ്റവും വിലപിടിപ്പുള്ള രത്നങ്ങളും ആഭരണങ്ങളുമാണ് അവർ ധരിച്ചിരിക്കുന്നത്. നമ്മുടെ പഴയ രാജാക്കന്മാരെ നോക്കിയാൽ ഏറ്റവും വില കൂടിയ വസ്ത്രങ്ങളും കിരീടങ്ങളും രത്നങ്ങളും ഏറ്റവും ആഡംബരത്തോടുകൂടിയ ഗൃഹത്തിലാണ് അവർ താമസിച്ചിരുന്നത്. അവരാരും എളിമ കാണിച്ചിട്ട് ചെറിയ ഗൃഹങ്ങളിലോ എളിമ കാണിച്ചിട്ട് കീറിയോ മുഷിഞ്ഞോ വസ്ത്രം ധരിച്ച് കിടന്നവരല്ല. അതൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ നമ്മളെ ചിന്തിപ്പിക്കുന്നത്, നമ്മൾ ഏറ്റവും ആഡംബരത്തോടുകൂടി ജീവിക്കുക, ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള എല്ലാ വസ്തുക്കളെയും നേടുക, അത്യാധുനിക സൗകര്യത്തോടുകൂടി ജീവിക്കുക. അതിൻ്റെ പേരിൽ ഒരു ഭഗവാനും നമ്മളോട് കോപിക്കില്ല. ആ ധനത്തെ നമ്മൾ കൂടുതൽ നേടുന്തോറും നമുക്കുള്ള ദൈവാധീനവും കൂടിയിരിക്കും. അതിനൊക്കെ വേറെ ഒരു നെഗറ്റീവും നമ്മൾ കാണേണ്ടതില്ല. ധനം സംരക്ഷിച്ചുകൊണ്ട്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുഷ്ഠിച്ചുകൊണ്ട്, ഈ പറഞ്ഞ വഴിപാടുകളൊക്കെ നടത്തിക്കൊണ്ട് എല്ലാവരും ജീവിതത്തിന് വിജയം കൈവരിക്കുക. നമസ്കാരം.